നമ്മുടെ ടേപ്പ് റെക്കോർഡർ കളക്ഷനിലേക്ക് എത്തിയിട്ടുള്ള 3 പുതിയ അതിഥികളാണ്. നാഷണൽ, ഫിലിപ്സ്, ഹിറ്റാച്ചി അങ്ങനെ 3 കമ്പനിയുടെ 3 കാസറ്റ് പ്ലെയറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരാക്രിക്കടയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള 3 കാസറ്റ് പ്ലെയറുകളാണിത്. നിലവിലത്തെ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഫുള്ള് പൊടിയെല്ലാം കയറി റെസ്റ്റായിട്ടിരിക്കുകയാണ്. നാഷണലിൻ്റെ സെയിം മോഡൽ തന്നെ നമ്മുടെ കൈവശമുണ്ട്, ഒരു ബ്ലാക്ക് കളറ്. അപ്പോൾ ഫിലിപ്സും ഹിറ്റാച്ചിയും സ്റ്റീരിയോ ഔട്ട്പുട്ടുള്ള കാസറ്റ് പ്ലെയറാണ്. നാഷണൽ മോണോ സ്പീക്കർ ഔട്ട്പുട്ട് വരുന്ന ഒരു കാസറ്റ് പ്ലെയറാണ്. നാഷണലിൻ്റെ ഒരുവിധം ബോഡി പാർട്ടുകളെല്ലാം ഇതിൽ തന്നെ ഉണ്ടൊന്നും മിസ്സായിട്ടില്ല. സൈഡിൽ വരുന്നൊരു ഫൈൻ ട്യൂണിൻ്റെ നോബ് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ആൻറ്റിനയൊക്കെ വളഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ ബാറ്ററിയുടെ അടപ്പൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഇത് 3 ഞാൻ പവർ കൊടുത്ത് നോക്കി. അപ്പോൾ ഇതിൽ നാഷണലും ഫിലിപ്സും റെസ്പോൺസ് തരുന്നുണ്ട്. നാഷണൽ LED ഇൻഡിക്കേഷൻ ഉണ്ട്, അതുപോലെ മെക്കാനിസം ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വീലൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഫിലിപ്സിൽ റേഡിയോ വർക്കിംഗ് ആണ്, മെക്കാനിസം വർക്ക് ചെയ്യുന്നില്ല. ഹിറ്റാച്ചിൽ പക്ഷേ ഒരു റെസ്പോൺസും ഇല്ല, അതായത് മെക്കാനിസമോ LED ഇൻഡിക്കേഷനോ സ്പീക്കർ ഔട്ട്പുട്ട് വരുന്ന സൗണ്ടോ ഒന്നുമില്ല, ഒരനക്കവും ഇല്ല. അപ്പോൾ ഇത് 3 നമ്മൾ റിപ്പയർ ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ വീഡിയോ സെപ്പറേറ്റായിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരെണ്ണം റിപ്പയർ ചെയ്തെടുക്കുന്ന ഭാഗം ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഹിറ്റാച്ചിയുടെ അവസ്ഥ ഇതാണ്. ഇതിൻ്റെ മുകളിൽ വരുന്ന വോളിയം കൺട്രോളിൻ്റെ നോബുകളെല്ലാം നഷ്ടമായിട്ടുണ്ട്. അതുപോലെ ഇതിനകത്തെ ബാൻഡ് സെലക്ഷൻ, ടേപ്പ് റേഡിയോ സെലക്ഷൻ, സ്വിച്ചുകളുടെ നോബുകളെല്ലാം നഷ്ടമായിട്ടുണ്ട്. അതിനുള്ളിൽ വരുന്ന ബോർഡൊക്കെ ഇളകി കിടക്കുകയാണെന്ന് തോന്നുന്നു. അതെല്ലാം അതിനകത്ത് കിടന്നിട്ട് കിലുങ്ങുന്നുണ്ട്, അല്ലാതെ നോബുകളൊന്നും പുറത്തേക്ക് നിൽക്കുന്നില്ല. അപ്പോൾ ബോർഡൊക്കെ ഇതിനുള്ളിൽ ഇളകി കിടക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കിയാൽ ഇതിൻ്റെ കറക്റ്റ് അവസ്ഥ അറിയാൻ സാധിക്കത്തുള്ളൂ. അതിനനുസരിച്ചായിരിക്കും നമ്മളിത് എത്രത്തോളം റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ റിപ്പയർ ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഓരോന്നിൻ്റെ റിപ്പയറിങ് വീഡിയോ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് റിപ്പയർ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഹിറ്റാച്ചി തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതാണ് ഇതിൻ്റെ അവസ്ഥ. നമുക്കിത് അഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ റിപ്പയറിങ് സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കാം. പിന്നെ ഹിറ്റാച്ചിയുടെ മോഡൽ വരുന്നത് TRK 640W എന്ന മോഡലാണ്. അതായത് സ്റ്റീരിയോ സ്പീക്കർ ഔട്ട്പുട്ടുള്ള ഒരു കാസറ്റ് പ്ലെയറാണ്. ഇതിൽ 2 ഓക്സ് ഇൻപുട്ടുകളും വരുന്നുണ്ട്, അതായത് ലെഫ്റ്റ് റൈറ്റ് ഓക്സ് ഇൻപുട്ടും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടേപ്പ് റെക്കോർഡർ അഴിച്ചു വെച്ചിട്ടുണ്ട്. അഴിച്ചതിന് ശേഷമുള്ള അവസ്ഥ ഇതാണ്. വളരെ ശോകകരമായ അവസ്ഥയാണ്. കാരണം ഇതിൽ 2 ബോർഡാണ് വരുന്നത്. ഹെഡ് പ്രീയും റേഡിയോയും വരുന്ന ഒരു മെയിൻ ബോർഡും ആമ്പിനായിട്ടൊരു സെപ്പറേറ്റ് ബോർഡുമാണ്. 2 ബോർഡും രണ്ടായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. മെയിൻ ബോർഡ് രണ്ടായിട്ട് പൊട്ടിയിട്ട് പ്രിൻറ്റുകളെല്ലാം ബ്രേക്കായിട്ടുണ്ട്. അതുപോലെ ആമ്പിൻ്റെ ബോർഡ് രണ്ടായിട്ട് മുറിഞ്ഞ് മാറിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു നോബ് കിട്ടിയിട്ടുണ്ട്, അതായത് ബാൻഡ് സെലക്ഷൻ്റെ പ്ലാസ്റ്റിക് നോബ് കിട്ടിയിട്ടുണ്ട്. ബാക്കി നോബും വോളിയം കൺട്രോളിൻ്റെ നോബുമൊക്കെ മിസ്സിങ് ആണ്. അപ്പോൾ ആമ്പിൻ്റെ ബോർഡിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ്. രണ്ടായിട്ട് മുറിഞ്ഞ് മാറിയിട്ടുണ്ട്. സിംഗിൾ പീസായിട്ടിരിക്കുന്നതും രണ്ടായിട്ട് പൊട്ടിയിരിക്കുകയാണ്. അതുപോലെ സ്പീക്കർ പേപ്പറൊക്കെ കീറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബോർഡ് ആദ്യം റിപ്പയർ ചെയ്തെടുക്കാം. അതിന് ശേഷമേ ബാക്കി റിപ്പയറിങ് സാധ്യത നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ട്രാൻസ്ഫോമറൊക്കെ ഇതിനകത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ലതുപോലെ റിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സെറ്റാണിത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബോർഡൊന്ന് പ്രിൻ്റെല്ലാം റിസ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് പ്രിൻ്റെല്ലാം കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് പൊട്ടിപ്പോയ ഭാഗമെല്ലാം നല്ലപോലെ ഗ്ലൂ ഇട്ട് ഒട്ടിച്ച് ബ്രേക്കായ പ്രിൻ്റുകളെല്ലാം വയർ ഉപയോഗിച്ച് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2-3 റെസിസ്റ്റർ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു, അതും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോർഡ് വർക്കിംഗ് ആയിട്ടുണ്ട്. അതായത് ബോർഡിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പ്രിൻ്റ് ബ്രേക്കായി പോയതും ആ റെസിസ്റ്ററിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ബോർഡ് വർക്കിംഗ് കണ്ടീഷനാണ്. പക്ഷേ നമ്മുടെ മെക്കാനിസം റെഡിയാക്കി എടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം മെക്കാനിസത്തിൽ വരുന്ന പിഞ്ച് റോളർ ഫുള്ള് ദ്രവിച്ച് സ്റ്റക്കായി പോയിരിക്കുകയാണ്. അത് കറക്റ്റ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടില്ല. ഡുവൽ ബെൽറ്റ് വരുന്നൊരു മെക്കാനിസമാണിത്. ഇതിലെ ഒരു ബെൽറ്റ് പൊട്ടിപ്പോയിട്ടുണ്ട്. അതുപോലെ ഒരു പുള്ളിയും മിസ്സിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് കാസറ്റ് ഇതിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഭാവിയിൽ ഇതിൻ്റെ പാർട്സ് കിട്ടുന്നതനുസരിച്ച് അതും കറക്റ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതിന് സൂട്ടാവുന്ന വേറെ ഏതെങ്കിലും മെക്കാനിസത്തിൽ നിന്നുള്ള പാർട്സ് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് ഇത് കറക്റ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും.
നിലവിൽ നമ്മളിപ്പോൾ ഇത് ഓക്സ് റേഡിയോ വർക്കിംഗ് കണ്ടീഷനിൽ സെറ്റ് ചെയ്തെടുക്കാൻ പോകുകയാണ്. അതായത് ഓക്സ് റേഡിയോ വർക്കിംഗ് ആണ്. അപ്പോൾ ഓക്സ് മോഡിലോട്ട് സെലക്ട് ചെയ്തിട്ടിട്ട് ഇത് സെറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിനകത്ത് ബാൻഡ് സെലക്ഷൻ സ്വിച്ചിൻ്റെ നോബ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് പുറത്തു നിന്നും ഓക്സ് ടേപ്പ് ഇത് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഓക്സിലോട്ട് സ്വിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ക്ലോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അവസാനം ഇതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഹെഡൊക്കെ ഇതിനകത്ത് വർക്കിംഗ് ആണ്. പക്ഷേ നമ്മുടെ മെക്കാനിസം വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് കാസറ്റ് പ്ലെയർ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതും ഭാവിയിൽ നമ്മുടെ പാർട്സിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് കറക്റ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. തുടർന്നും ചാനലിലുള്ള വീഡിയോകളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. മറ്റ് 2 കാസറ്റ് പ്ലെയറുകളും കൂടി റിപ്പയർ ചെയ്യുന്ന വീഡിയോ നമ്മൾ അത് ചെയ്യുന്നതനുസരിച്ച് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.